എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് മുഹമ്മദ് സഫ്വാൻ. KTCയുടെ സംഘാടകർ എന്നീ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ഒരു മീഡിയനെങ്കിലും ഞാനിവിടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ ഒരാൾ പോലും ഇല്ല. അതുപോലെ ഞാൻ കയറി വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു പോസ്റ്ററാണ്. ഞങ്ങളുടെ പപ്പക്കും മമ്മക്കുമുള്ള ശമ്പളം തായോ എന്ന്. എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ഇത് കാണില്ല. കാരണം അദ്ദേഹത്തിന് ഇത് വായിക്കാൻ അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ പഠിച്ച കാലയളവിൽ 800-315 എന്നൊരു സംഖ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സംഖ്യയുണ്ട്. കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ SSLC എക്സാം എഴുതിയത് 800-315 വിദ്യാർത്ഥികളാണ്. എവിടെയാണ് വിദ്യാഭ്യാസ മന്ത്രി? ഇങ്ങനെ ഒരു സംഖ്യ നിങ്ങൾ പഠിച്ചത്? ഏത് ലോ കോളേജിൽ നിന്നാണ് നിങ്ങൾ LLB എടുത്ത് പുറത്ത് വന്നത്? മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും ഇവിടെ മീഡിയയുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വിരോധാഭാസകരമായ കാര്യം. ഈ ഒരു അവസരത്തിൽ പാബ്ലോ നെരൂദയുടെ കവിതകൾ വളരെയേറെ പ്രസക്തമാണ്. ആദ്യം അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചില്ല, കാരണം അത് എന്റെ വിഷയമായിരുന്നില്ല. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. അന്നും ഞാൻ പ്രതികരിച്ചില്ല, ഇത് എന്റെ വിഷയമായിരുന്നില്ല. ഇവിടെ ചുറ്റും നിൽക്കുന്ന പോലീസുകാരോടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഇവർ അധ്യാപകരുടെ ശമ്പളം കട്ട് ചെയ്ത് കളഞ്ഞു. നാളെ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കുമാര് മുതൽ ഇവിടുത്തെ നിയമപാലകന്മാരുടെ ശമ്പളം വരെ ഇവർ കട്ട് ചെയ്ത് കളയും. അഴിമതി കാണിക്കാനും അരോചകത്വം നിലനിർത്താനും മാത്രമേ ഈ ഒരു പ്രസ്ഥാനത്തിന് ഇന്ന് കഴിയുകയുള്ളൂ എന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യം തന്നെയാണ്. അടുത്ത പ്രാവശ്യം ചൂണ്ടുവിരലിൽ മഷി പുരട്ടി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കയറ്റി വിടുന്നവർക്ക് ബെയർ മിനിമം കുറഞ്ഞ യോഗ്യതയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.